ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരാധനാവത്സരത്തിലെ ഉയിർപ്പ് കാലത്തിൻ്റെ 6ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ സമയം സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. 17-ാം അധ്യായം പുരോഹിത പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈശോയുടെ പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുക. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊക്കെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ ഒരു വചനഭാഗമാണിത്. ഇവിടെ 20 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളിൽ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 21-ഉം 23-ഉം വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നത്തെ വചന വിചിന്തനം നടത്താം. 21-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കാണാൻ കഴിയും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത് എന്തിനു വേണ്ടിയാണ്? അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി. ആരാണ് ഈ അവരെല്ലാവരും? ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒന്നാകൽ പൂർണ്ണമാകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി എന്തുണ്ടായിരിക്കണമെന്ന് 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 23-ാം വാക്യം പ്രകാരം പറയുന്നു: അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അതായത് ഈശോയും ശിഷ്യന്മാരുമായുള്ളൊരു ബന്ധവും ഈശോയും പിതാവുമായുള്ളൊരു ബന്ധവും തമ്മിലുള്ള ഒരു പാരമ്യത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ വിവരിക്കുകയാണ്. അതായത് ഈശോയിൽ ഒന്നാകുന്ന, അതിലൂടെ പിതാവുമായി ഒന്നാകുന്ന ഒരനുഭവത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് മാത്രമേ പരസ്പരം ഒന്നാകാൻ കഴിയൂ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഈ വചനത്തിലൂടെ. നമുക്കറിയാം, സമൂഹമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ, കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിലായിരുന്നാലും മറ്റ് സമൂഹങ്ങളിലായിരുന്നാലും ആ ഒന്നാകൽ സാധ്യമാകണമെങ്കിൽ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു സഹോദര ബന്ധത്തോടുകൂടി, കുടുംബ ബന്ധത്തോടുകൂടി നിറഞ്ഞ് ഒന്നാകലിൻ്റെ ആ ഒരു പരിശുദ്ധി നിലനിർത്താൻ കഴിയണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഈശോയുമായി ആദ്യമായി ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ആ ബന്ധം മുറിഞ്ഞു പോയാൽ പരസ്പര ബന്ധങ്ങളും മുറിഞ്ഞു പോകും. ഇനിയും ഈശോയുമായുള്ള ഈ ബന്ധത്തിലൂടെ കിട്ടുന്ന നേട്ടം എന്താണ്, മഹത്വം എന്താണ്? അത് പിതാവിലേക്കുള്ള ഒരു വളർച്ചയാണ്, പിതാവുമായുള്ള ബന്ധത്തിലേക്കുള്ളൊരു വളർച്ചയാണ്. അപ്പോൾ ആ പിതാവുമായുള്ള ബന്ധത്തിലേക്കുള്ള വളർച്ചയിൽ വളരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരിക്കലും ആരെയും വെറുക്കാൻ കഴിയില്ല. സമൂഹമായി ജീവിക്കുമ്പോൾ, കുടുംബമായിട്ട് ജീവിക്കുമ്പോഴൊക്കെ ആ കൂട്ടായ്മയിൽ അവർ ഒന്നായിത്തീരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് കർത്താവ് ആദ്യം പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. രണ്ടാമത് കർത്താവ് പറയുന്നത് എന്താണ്? അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിന്, അതായത് ഈശോയിലും പിതാവിലും പരിശുദ്ധാത്മാവിലും ഈ ഒന്നാകലിൻ്റെ തുടർച്ച സംഭവിക്കുന്നത് ഈ പുത്രനിലും പിതാവിലും പരിശുദ്ധാത്മാവിലുമുള്ള വളർച്ച, ഒന്നാകലാണ്. അതൊരു വളർച്ചയാണ്. അപ്പോൾ വലിയ ഒരു ദൈവശാസ്ത്രമാണ് യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ഒന്നായി ജീവിക്കുമ്പോൾ, സ്നേഹത്തോടുകൂടി ജീവിക്കുമ്പോൾ, പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ നേട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത്
നമ്മൾ കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ, സമൂഹങ്ങളിലായിക്കൊള്ളട്ടെ, സ്നേഹത്തിൻ്റെ സഹോദര്യത്തിൽ കൂട്ടായ്മയിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒന്നായി ജീവിക്കുമ്പോൾ, ആ ഒരു ഒന്നാകലിൻ്റെ വളർച്ചയെന്നോണം പുത്രനിലേക്കും പിതാവിലേക്കും നമുക്ക് എത്തിപ്പെടുവാൻ ദൈവം അവസരം തരികയാണ്. പ്രിയമുള്ളവരെ, ഇത്ര ശ്രേഷ്ഠമാണ്, ഇത്ര മനോഹരമാണ് ആ വളർച്ചയുടെ ഒരു അവതരണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഒരിക്കലും കലഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലുണ്ടാകണം, കൂട്ടായ്മയുണ്ടാകണം, ഒന്നായിട്ട് ജീവിക്കാൻ സാധിക്കണം. അത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ വളർച്ചയാണ് എന്ന് കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് കാണുന്നത് എന്താണ്? അവരെല്ലാവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന്, അതായത് പിതാവായ ദൈവമാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ലോകത്തിനൊരു തിരിച്ചറിവുണ്ടാകണം. ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ലൗകികമായ വ്യാമോഹങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. അവർ തിരിച്ചറിയണം. എന്താണ് തിരിച്ചറിയേണ്ടത്? പിതാവാണ് പുത്രനെ അയച്ചതെന്ന് ലോകം തിരിച്ചറിയണം. അതിനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർ ഒന്നായിരിക്കുന്നതിന് വേണ്ടി, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ പിതാവിലും പുത്രനിലും ഈ കൂട്ടായ്മ ജീവിക്കുന്ന ആളുകൾ ഒന്നാകാൻ വേണ്ടി, ലോകം പിതാവാണ് പുത്രനെ അയച്ചതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, എത്ര ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനയുടെ കോർ അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത് പിതാവിങ്കിലേക്കുള്ള വളർച്ചയുടെ ഭാഗമാണ്. ഒന്നാകലിലൂടെ നിത്യപിതാവിലേക്ക് ഉള്ള വളർച്ചയ്ക്ക് കർത്താവ് വഴിയൊരുക്കുകയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആഹ്വാനം നടത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ആ ഒന്നാകലിലേക്ക് സമർപ്പിക്കാം. പരസ്പര ഒന്നാകൽ സാധ്യതമാകണമെങ്കിൽ ഈശോയിൽ ഒന്നാകണമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ദൈവശാസ്ത്രമാണിത്. അത് കുറച്ചുകൂടി പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. പ്രാർത്ഥനയാണ് ഈ ഒന്നാകലിനെ പുഷ്ടിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു പുണ്യം. പ്രാർത്ഥനയിലാണ് നമ്മൾ ഈശോയുമായി ഒന്നായിത്തീരുന്നത്. പ്രാർത്ഥനയിൽ ഈശോയുടെ അടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളും ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളതയുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ ചൈതന്യം, അതാണ് നമ്മൾ കുടുംബങ്ങളിൽ പുലർത്തേണ്ടത്, സമൂഹങ്ങളിൽ പുലർത്തേണ്ടത്. അത് പുലർത്തി ജീവിക്കുമ്പോഴാണ് നമ്മൾ അറിയാതെ പുത്രനിലൂടെ പിതാവിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ആ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. അപ്പോഴാണ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഏറെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയുക. ആ ഒരു കടന്നു പോകലിന് വേണ്ടിയാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും. അപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ, സഹോദര്യ ബന്ധത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് ഈശോയിലേക്ക് വളർന്ന് അതിലൂടെ പിതാവിലേക്ക് എത്തിപ്പെട്ട് ആ നിത്യസൗഭാഗ്യത്തിൻ്റെ അർഹരായി തീരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.